ഇഷ്ടായി. ഞാനൊരു ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് കഞ്ഞി പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ബിരിയാണി മട്ടൻ ബിരിയാണി കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നെ പറയുന്നവരോട് പോയി എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇത് പിടിച്ച് കൊടിച്ചിപ്പട്ടികൾ നടക്കുന്നുണ്ട്, അവരോട് പോയി വീണ്ടും വീണ്ടും കുരയ്ക്കുക. ഒരു രക്ഷയില്ല, പടം വെറുതെ കണ്ടിരിക്കാം, അടിപൊളി ഒന്നൊന്നര തൂക്കാം. ആ വിവാദങ്ങളും ആയിട്ട് ഈ പടത്തിന് യാതൊരു ബന്ധമില്ല. ഇതിപ്പം ഒരു ഈ ഓളപ്പുറത്ത് കാണുമ്പോൾ ലാലേട്ടൻ ഫാൻസിനും ദിലീപ് ഫാൻസിനും ഇഷ്ടപ്പെടും. ദിലീപിന്റെ തിരിച്ചറിയോ? നമസ്കാരം. കേരളമൊട്ടാകെ തിയേറ്ററുകളിൽ ദിലീപ് ചിത്രമായ ഫഫവയുടെ ആവേശത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്താണ്. കോടതി വിധി വന്നതിന് ശേഷം ദിലീപ് ചിത്രത്തെ ജനങ്ങൾ എങ്ങനെ വരവേൽക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് ദിലീപിന്റെ പടം? കുഴപ്പമില്ലായിരുന്നു, ഇഷ്ടായി. ഞാനൊരു ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ലാലേട്ടന്റെ എൻട്രിയെ കൂടുതലായിട്ട് ഇഷ്ടം. ചേട്ടാ എങ്ങനെയുണ്ട് ദിലീപേട്ടന്റെ പടം? എങ്ങനെയുണ്ട് ദിലീപേട്ടന്റെ പടം? അഴിഞ്ഞാടി, തകർത്തു. ദിലീപേട്ടൻ തകർത്തു. ജനപ്രിയ ദിലീപേട്ടൻ കീ ജയ്, ഭയം ഭക്തി ഭഗവാൻ കീ ജയ്. ഇത്ര പ്രതീക്ഷിച്ചില്ല, പ്രതീക്ഷിച്ചാലും അപ്പുറത്താണ് നമുക്ക് കിട്ടിയത്. 200% കൊമേഴ്സ്യൽ പീക്ക്. കഞ്ഞി പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ബിരിയാണി മട്ടൻ ബിരിയാണി കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യമായിട്ട് പറഞ്ഞാൽ നമ്മളും ഒരു കഞ്ഞിയെ പ്രതീക്ഷിച്ചുള്ളൂ. അവർ തന്നെ അവകാശപ്പെട്ടല്ലോ നോ ലോജിക് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊരു കഞ്ഞിയെ പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷെ ഒരു മട്ടൻ ബിരിയാണി കിട്ടി. അതാണ് ലാലേട്ടനും അഴിഞ്ഞാടി. എല്ലാവരും കിടൂ. ലാലേട്ടനെയും ദിലീപേട്ടനെയും ഉപയോഗിക്കേണ്ട ഇതുപോലാണെന്ന് ഈ പടത്തിന്റെ സംവിധായകൻ ധനഞ്ജയ് ശങ്കർ തെളിയിച്ചു. കാര്യമായിട്ട് പറഞ്ഞു, ഒരു കൊമേഴ്സ്യൽ പടത്തിൽ എങ്ങനെ രണ്ട് താരങ്ങളെ ഉപയോഗിക്കാം അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാരെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഫെസ്റ്റിവൽ പടം എടുത്തു കഴിഞ്ഞാൽ നമ്പർ 1 ആയിട്ട് ഫെസ്റ്റിവൽ മൂഡ്, കളർഫുൾ എന്റർടൈനർ, അതിൽ കൂടുതൽ ഒന്നുമില്ല. A to Z ഒരു വൈബാ. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാർ സന്തോഷത്തോടെ തന്നെ ഇറങ്ങിപ്പോകും. ഒരു മനുഷ്യനും അവർക്ക് ഒരു എന്റർടൈൻമെന്റ് മൂഡ് ആയിരിക്കും ആ പടത്തിന്. അതിൻ്റെ അത് എല്ലാ ലോജിക്കും, എല്ലാ ഈ പറഞ്ഞ ഈ ഒരു ഇതിനുള്ള എല്ലാ ലോജിക്കും ഈ പടത്തിനകത്തുണ്ട്. പടത്തിൽ നിന്ന് ഇറങ്ങിയിട്ടും പോലും അതിൻ്റെ മൂഡ് അങ്ങ് പോയിട്ടില്ല. അതിൻ്റെ ഒരു അരിഞ്ഞാട്ടം തന്നെയാണ്. നമ്മളതിൻ്റെ ഫീല് ഇപ്പോഴും പോയിട്ടില്ല. ആ പാട്ട് മനസ്സിലുണ്ട്, മറ്റേ അരിഞ്ഞാട്ടം എന്ന് പറഞ്ഞ പാട്ടില്ല. അത് നമ്മൾ കുറേ നെഗറ്റീവ് വന്നതാണ്. പക്ഷെ തിയേറ്ററിൽ തന്നെ കാണണം പടം. പടം കാണണം, അത് ഓളാണ്. ഇത്രയും ഒരു ലോജിക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് സിനിമ ഇറക്കിയിട്ട് ഇത്രയും ഒരു ഇത് ചേട്ടൻ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം പറ. നല്ല ആളായിരുന്നു, ഭയങ്കര ആളായിരുന്നു അല്ലേ? അതായത് ഇവർ ലോ ലോജിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചേട്ടന്റെ ഒരു രീതി നോക്കിയിട്ട് ചേട്ടൻ എന്താ തോന്നുന്നത്? ഞാൻ പടം കണ്ടില്ല. അല്ല, ജനപ്രിയ നായകൻ എന്നും ജനപ്രിയ നായകനാണ്. ജനപ്രിയ നായകൻ ദിലീപേട്ടന് മുമ്പ് ഒരു ജനപ്രിയ നായകൻ ഉണ്ടായിട്ടില്ല, അതിന് ശേഷവും ഇല്ല. വണ്ണാൻ്റെ ജനപ്രിയ നായകൻ. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ചെയ്യാത്ത കുറ്റത്തിനാണ് പുള്ളിയെ പിടിച്ച് 85 ദിവസം അകത്തിട്ടത്. ചരിത്രത്തിൽ, കേരള ചരിത്രത്തിലെന്നല്ല ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രതിയെ പിടിച്ച് ജയിലിലിട്ടതിന് ശേഷം തെളിവുണ്ടാക്കാൻ വേണ്ടി പോലീസുകാർ ഇവിടുത്തെ നടന്ന് ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി. നമുക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാകുന്ന കാര്യമാണ്. എല്ലാവർക്കും പൈസ കൊടുത്ത് ഇറങ്ങിയിട്ടാണ് ദിലീപേട്ടൻ ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ആളാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. പൈസ കൊടുത്ത് ഇന്ത്യൻ കേരള കോടതിക്ക് വരെ പൈസ കൊടുത്ത് ജഡ്ജിയെ വരെ പോക്കറ്റിലാക്കി ദിലീപേട്ടൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ആരുമില്ല. അപ്പൊ ദിലീപേട്ടൻ മാത്രമേ ഉള്ളൂ ഏത് ബുദ്ധിയുള്ള അൾട്ടിമേറ്റ് എന്നേ ഞാൻ പറയാനുള്ളൂ. അങ്ങനെ പറയുന്നവരോട് പോയി എന്നേ ഞാൻ പറയുന്നുള്ളൂ. അത്രേ ഉള്ളൂ. കാശ് നമുക്കെല്ലാവരും ഇവിടുത്തെ ഇന്ത്യൻ ജുഡീഷ്യറിയെ വിശ്വാസമാണ്, കോടതിയെ വിശ്വാസമാണ്. ആ കോടതിയിൽ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രതിയാണോ അല്ലയോ എന്ന് അവർ പറയേണ്ടത്. കോടതിയിൽ ഒരു തെളിവില്ലാത്തതുകൊണ്ട് പുള്ളിയെ നിരപരാധിയാണെന്ന് കണ്ടെത്തി വെളിയിൽ വിട്ടു. എന്നിട്ടും അസൂയ മുഖത്ത് ഭ്രാന്ത് പിടിച്ച് കൊടിച്ചിപ്പട്ടികൾ നടക്കുന്നുണ്ട്, അവരോട് പോയി വീണ്ടും വീണ്ടും കുരയ്ക്കുക. പടത്തിന് പേരെന്താ? പടം അടിപൊളി പടം. ദിലീപ് മോഹൻലാൽ ഫാൻസിനെ അടിച്ചു പൊളിക്കാനുള്ള പടം. ഇത് രാഷ്ട്രീയത്തിന്റെ കുറെ ഇതുണ്ട്, പക്ഷെ കുറച്ച് ലാഗ് നമുക്ക് തോന്നും. എന്നാലും അടിപൊളി പടമാണ്. ആവേശം അടിപൊളി സിനിമയാണ്. ഉറപ്പായിട്ടും അധികം ആവേശം ചെയ്ത് പടം. ഇത് അതിലും വിജയ് ഫാൻസിനെ അടിച്ചു തകർക്കാനുണ്ട്. ഗില്ലി റെഫറൻസ് കുറെ ഇതിൻ്റെ അകത്തുണ്ട്. മോഹൻലാൽ അഴിഞ്ഞാടുവാണ്. എന്താണ് പറയാ? ലോജിക്ക് ഇല്ലെന്നൊക്കെ പറയും, നിങ്ങൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തത്? ഇല്ല, അത് അങ്ങനത്തെ ഒന്നുമല്ല. നല്ല അടിപൊളി, ഫുൾ എന്റർടൈൻമെന്റ് പടം. ഒരു രക്ഷയില്ല, ഒന്നും പറയാനൊന്നുമില്ല. നല്ല എന്റർടൈൻമെന്റാ പടം. അടിപൊളി പടം, ഒരു രക്ഷയില്ല. രണ്ടുപേർക്കും വേണ്ടി ഒന്നര തൂക്കാം, ഒരു രക്ഷയില്ല. അച്ഛനമ്മോട്ട് വിജയ് ഫാൻസ് റെഫറൻസ് ഒരുപാടുണ്ട് പഴയ പടങ്ങളുടെ. ഒരു രക്ഷയില്ല, അന്യായ പടം എന്ന് വെച്ചാൽ ലോജിക്കൊന്നും പ്രതീക്ഷ വരണ്ട. പക്ഷെ പടം വെറുതെ കണ്ടിരിക്കാം, അടിപൊളി ഒന്നൊന്നര തൂക്കാം. ലാലേട്ടനും പൊളിയാ. ഞാൻ ആഗ്രഹിച്ചതിന്റെ അപ്പുറം അടിപൊളിയായിരുന്നു.
മോഹൻലാലും ദിലീപൂടെ വന്നപ്പോൾ നല്ല അടിപൊളിയായി. കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് അടിപൊളി വലിയൊരു തിരിച്ചുവരവാണ് നമ്മുടെ ഏട്ടൻ നടത്തിയേക്കുന്നത്. ഇതുവരെ കാണാത്തൊരു മുഖം പുള്ളിയുടെ അത് ഉണ്ട്. ഫുൾ എൻ്റർടൈൻമെൻറ്റ്. നമുക്ക് മടുപ്പടിപ്പിക്കുന്ന ഒരു കാര്യം അതിനകത്തില്ല. നിലവിൽ ഈ ദിലീപേട്ടൻ്റെ ചുറ്റുണ്ടായ വിവാദങ്ങളൊക്കെ അതൊക്കെ മാറ്റി നിർത്തി നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഇതാണ്. പടത്തെ പടമായിട്ട് തന്നെ കാണുക. വിവാദങ്ങളൊക്കെ മറ്റേ രീതിയിൽ പോകും. പടത്തെ പടമായിട്ട് തന്നെ കണ്ടാൽ മതി. ആ വിവാദങ്ങളും ആയിട്ട് ഈ പടത്തിന് യാതൊരു ബന്ധവുമില്ല. അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഇതെന്ന് പറഞ്ഞ കാര്യമില്ല. പടത്തെ പടമായിട്ട് തന്നെ കണ്ടാൽ മതി. എന്താണ് അഭിപ്രായം പടത്തെ പറ്റി? ലാലേട്ടൻ ഫാൻസിനും ദിലീപ് ഫാൻസിനും വേണ്ടി മാത്രം ഇറങ്ങിയ ഒരു പടമാണ്. അല്ലാതെ അതിനകത്ത് കുറച്ച് രാഷ്ട്രീയമൊക്കെ ഇറക്കി ഭയങ്കരമായിട്ട് ലാഗ് അടിച്ചിട്ടുണ്ട് സംഭവം. ഇതിപ്പം ഈ ഓളപ്പുറത്ത് കാണുമ്പോൾ ലാലേട്ടൻ ഫാൻസിനും ദിലീപ് ഫാൻസിനും ഇഷ്ടപ്പെടും. ആ ഒരു സംഭവം ഉള്ളൂ. അപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ചില ആൾ കുറേണ്ടൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റേതായുള്ള രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യും. ആ ഒരു രീതിയിലാണ് പടം വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഓളത്തിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പെരുപ്പായിട്ട് ആ രീതിയിൽ നമുക്ക് പടം ഇഷ്ടപ്പെടും. പടം സൂപ്പറാ. അടിപൊളി രണ്ടുപേരും സൂപ്പർ. ഈ പടം നല്ല പടമാണ്. മോഹൻലാൽ ഫാൻസിനും ദിലീപ് ഫാൻസിനും ഇഷ്ടപ്പെടും. പിന്നെ രാഷ്ട്രീയം കാണിച്ച് ലാഗ് അടിപ്പിച്ചു, അതേ ഉള്ളൂ. നല്ല പടം തന്നെയാണ്, കുഴപ്പമില്ല. ദിലീപിന്റെ പടം എന്താണോ ഫുൾ അടിപൊളി പടം. ദിലീപ് ഏട്ടൻ പുതിയ തിരിച്ചുവരവായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മോഹൻലാലും അതുപോലെ തന്നെ എല്ലാവരും ബൈജു ഏട്ടനും ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് കംപ്ലീറ്റ് പടം മാറി. എങ്ങനെയുണ്ട് ദിലീപിന്റെ പടം? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടായിരുന്നു. പറയോ?